തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചാണക്യന്മാർ പോലും ഭീതിയോടെ നോക്കുന്ന സർവേ റിപ്പോർട്ടിലെ രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വരുന്ന ദിവസം ഇലക്ഷനാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഒരു പ്രവചനമല്ല, അതൊരു കൃത്യമായ രാഷ്ട്രീയ ശസ്ത്രക്രിയയാണ്. UDF വെറും 40 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും LDF എന്നേക്കുമായി അധികാരം വിട്ടൊഴിയുമെന്നും അദ്ദേഹം പറയുമ്പോൾ കേരളം കേൾക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു സുനാമിയുടെ മുന്നറിയിപ്പാണ്. 2026 ശേഷം കേരളത്തിൽ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകില്ലെന്ന പ്രവചനത്തിന് പിന്നിലെ ആ ഞെട്ടിക്കുന്ന കണക്കുകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ സംഭവിച്ച ആ വലിയ മാറ്റം എന്താണ്? വോട്ടിംഗ് മെഷീനുകൾ തുറക്കുമ്പോൾ കേരളം ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ആകാംക്ഷാഭരിതമായ ഈ ചോദ്യങ്ങൾക്കുള്ള സകല ഉത്തരങ്ങളും കേരള രാഷ്ട്രീയം ഇതുവരെ ചർച്ച ചെയ്യാത്ത ആഴത്തുള്ള വിശകലനങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം UDFന്റെ സീറ്റുകളെ കുറിച്ചാണ്. 140 മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന UDF ഇത്തവണ 40 മുതൽ 50 സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കണക്ക് അദ്ദേഹം നിരത്തുന്നത്? ഇതിന് പിന്നിൽ BJPയുടെ പക്കലുള്ള കൃത്യമായ ഡാറ്റാ പോയിന്റുകൾ ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDFന്റെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കോൺഗ്രസിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ ഇപ്പോൾ NDAയിലേക്കും മറ്റ് പുരോഗമന ചിന്താഗതിക്കാരിലേക്കുമെല്ലാം ഒഴുകുകയാണ്. കോൺഗ്രസ് ഇന്ന് ആശയപരമായി തകർച്ചയിലാണ്. അവർക്കൊരു കൃത്യമായ ലക്ഷ്യമില്ല. BJPയെ എതിർക്കാൻ വേണ്ടി അവർ CPMവുമായി കൈകോർക്കുന്നു. ഇത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകരിക്കാനും പോലും കഴിയുന്നില്ല. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കോൺഗ്രസിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ UDFന് ജയസാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് A ടീം B ടീം തുടങ്ങിയ തരം താഴ്ന്ന ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുമായിരുന്നില്ല. തോൽവി മുന്നിൽ കാണുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2026 ഒരു വഴിത്തിരിവാവുകയാണ്. ഇതുവരെ കേരളം കണ്ടിട്ടുള്ളത് 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. എന്നാൽ ഇത്തവണത്തേത് കേരളത്തിലെ അവസാനത്തെ ത്രികോണ മത്സരമായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറയുന്നു. ഇതിന്റെ അർത്ഥം കേരളം ദ്വിമുഖ രാഷ്ട്രീയത്തിലേക്ക് അഥവാ ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് മാറുകയാണ് എന്നാണ്. ഒരു വശത്ത് വികസനത്തിന്റെ രാഷ്ട്രീയവും ഭാരതീയതയും ഉയർത്തിപ്പിടിക്കുന്ന NDA മുന്നണി, മറുവശത്ത് NDAയെ തടയാൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം. ഈ മാറ്റം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നതാണ്. ഇവർ തമ്മിൽ പുറമേ നടത്തുന്ന പോരാട്ടങ്ങൾ വെറും നാടകമാണ്. അധികാരത്തിന് വേണ്ടി ഇവർ ഏത് നിമിഷവും ഒന്നിക്കാം. ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരേ ഒരു ബദൽ മാത്രമേ ഉണ്ടാകൂ, അത് NDA ആയിരിക്കും. ഈ മാറ്റം കേരളത്തിലെ വോട്ടർമാർക്ക് കൂടുതൽ വ്യക്തത നൽകും. അഴിമതിയും പ്രീണന രാഷ്ട്രീയവും നടത്തുന്ന ഒരു പക്ഷവും വികസനവും രാഷ്ട്ര താല്പര്യവും സംരക്ഷിക്കുന്ന മറ്റൊരു പക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം. UDF എപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം സമുദായം അവരെ കൈവിടില്ല എന്നാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഈ വിശ്വാസത്തെ തകർക്കുന്നു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമാണ് മുസ്ലിം സമുദായത്തിന്റെ മൊത്തക്കച്ചവടക്കാർ എന്ന് കോൺഗ്രസ് കരുതുന്നു. എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗം, പ്രത്യേകിച്ചും യുവാക്കൾ ഇന്ന് ചിന്തിക്കുന്നത് മാറുന്ന ഇന്ത്യയെ കുറിച്ചാണ്. അവർക്ക് വേണ്ടത് തൊഴിലും വിദ്യാഭ്യാസവും സുരക്ഷിതത്വവുമാണ്. മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ മതഭേദമന്യേ എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. മുത്തലാഖ് നിരോധനം മുതൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വരെയുള്ള പദ്ധതികൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യവും. കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന ക്രൈസ്തവ സമുദായം ഇന്ന് ആ പാർട്ടിയുമായി വലിയ അകലത്തിലാണ്. തീവ്രവാദ നിലപാടുകളോടുള്ള കോൺഗ്രസിന്റെ ആ ഒരു മൃദു സമീപനവും വികസന മുരടിപ്പും ക്രൈസ്തവ സമുദായത്തിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി സമുദായ നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളും സമുദായത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാനായി നടത്തുന്ന ശ്രമങ്ങളും വലിയ ഫലം നൽകുന്നുണ്ട്. ഇത് UDFന്റെ പതനത്തിന് ആക്കം കൂട്ടും. CPM BJPയുടെ B ടീമാണെന്ന കോൺഗ്രസ് ആരോപണം എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നു. BJPയും CPMും തമ്മിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അത് കേരളത്തിന്റെ മണ്ണിൽ ഒഴുക്കിയ രക്തത്തിന്റെ ചരിത്രമാണ്. കണ്ണൂരിലും മറ്റ് ജില്ലകളിലും നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് CPM അക്രമ രാഷ്ട്രീയത്തിന് ഇരയായത്. ഇത്രയും വലിയ ശത്രുത നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് B ടീം ആവുക എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ B ടീമായി പ്രവർത്തിക്കുന്നത് CPMും കോൺഗ്രസും തന്നെയാണ്. ബംഗാളിൽ ഇവർ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇവർ ഒരു സഖ്യത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ മാത്രം ഇവർ പരസ്പരം പോരടിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ്. ഈ കപട നാടകം മലയാളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. BJP
BJPയെ കേരളത്തിൽ വളരാൻ അനുവദിക്കില്ലെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത് BJPയെ ഭയപ്പെടുന്നത് കൊണ്ടാണെന്ന് ഏത് ബോധമുള്ള ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. നവംബറിൽ BJP നടത്തിയ ആഭ്യന്തര സർവേയിലെ കണക്കുകൾ അതിശയിപ്പിക്കുന്നതാണ്. 68% മലയാളികൾ LDFിലും UDFിലും തൃപ്തരല്ല. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് മാറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം വേണം, അവർക്ക് പുതിയ റോഡുകൾ വേണം, റെയിൽവേ വികസനം വേണം, തൊഴിലവസരങ്ങൾ വേണം. എന്നാൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഈ രണ്ട് മുന്നണികളും കേരളത്തെ പിന്നോട്ടടിക്കാനാണ് ശ്രമിച്ചത്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രക്ഷകനായി മാറുന്നത്. സർവേ പ്രകാരം 62% പേർ മോദിയെ മികച്ച രാഷ്ട്രീയ നേതാവായി കാണുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന് 100-ൽ 100 മാർക്കാണ് മലയാളി നൽകുന്നത്. ജൽജീവൻ മിഷൻ വഴി ലക്ഷക്കണക്കിന് വീടുകളിൽ വെള്ളം എത്തിച്ചു, സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകി, വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചു. ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്, അത് നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാനായി കേരളം ആഗ്രഹിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത് വെറുമൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, അത് BJPയുടെ രാഷ്ട്രീയ കരുത്തിന്റെ പ്രദർശനം കൂടിയാണ്. ഒരു കാലത്ത് BJPയുടെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലമാണ് നേമം, അല്ലെ? അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന IT നൈപുണ്യ വികസന വകുപ്പുകൾ വഴി കേരളത്തിലെ യുവാക്കൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നേമം കേരളത്തിലെ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന ആശയം കേരളത്തിലുടനീളം ചർച്ചയാകുന്നു. പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ വെറും വാഗ്ദാനങ്ങൾ നൽകുന്ന ആളല്ല അദ്ദേഹം, പ്രവർത്തിച്ചു തെളിയിച്ച ആളാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായ അദ്ദേഹം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ച് കൃത്യമായ രൂപരേഖ കൈവശമുള്ള നേതാവാണ്. അപ്പോൾ CPM ഭരണത്തിന് കീഴിൽ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗുണ്ടാ വിളയാട്ടങ്ങളും നിത്യസംഭവമായി മാറുന്നു. ഇതിനെതിരെ ശക്തമായി നിലപാടെടുക്കാനായി കോൺഗ്രസിന് സാധിക്കുന്നില്ല. എന്നാൽ BJP അന്നും ഇന്നും അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്നു. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ ഇരകൾ എപ്പോഴും BJP പ്രവർത്തകരാണ്. ഈ സാഹചര്യം മാറണമെങ്കിൽ BJP നയിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടായേ തീരൂ. ക്രമസമാധാന പാലനത്തിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ കൈവരിച്ച നേട്ടം കേരളത്തിലും കൊണ്ടുവരണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. ഭയരഹിതമായി ജീവിക്കാനുള്ള സാഹചര്യം ജനങ്ങൾക്കുണ്ടാകണം. വിദേശ നിക്ഷേപകർ കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയും അക്രമങ്ങളും ഭയന്നാണ്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ NDAയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണകൂടം ആവശ്യമാണ്. കേരളം ഇന്ന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. കടമെടുത്ത് മുടിഞ്ഞൊരു സംസ്ഥാനമായി കേരളം മാറി. ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ഈ സാമ്പത്തിക ദുരവസ്ഥയ്ക്ക് കാരണം LDF സർക്കാരിന്റെ ധൂർത്തും അഴിമതിയുമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകൾ പോലും കൃത്യമായി വിനിയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കേന്ദ്രം നൽകുന്ന പണം സ്വന്തം പേരിലാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ചാണ്. കേരളത്തിന്റെ വിഭവശേഷി കൃത്യമായി ഉപയോഗിച്ചാൽ കേരളത്തിൽ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ സാധിക്കും. IT മേഖലയിലും ടൂറിസം മേഖലയിലും വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ NDAക്ക് സാധിക്കും. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങൾ കേരളത്തിലും നടപ്പിലാക്കിയാൽ കേരളത്തിന് കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും. കേരളത്തിലെ യുവാക്കൾ ഇന്ന് പഠനം കഴിഞ്ഞ് വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്. ഇവിടെ അവർക്ക് ആവശ്യമായി തൊഴിലവസരങ്ങളില്ല. ഉള്ള തൊഴിലുകളിൽ രാഷ്ട്രീയ നിയമനങ്ങളാണ് നടക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ പോലും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ സാഹചര്യം ഇവിടെ മാറണം. നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് NDA വിഭാവനം ചെയ്യുന്നത്. എന്തായാലും ഈ മാതൃക കേരളത്തിലും നടപ്പിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. IT പാർക്കുകളും സ്റ്റാർട്ടപ്പുകളും കേരളത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയാൽ നമ്മുടെ യുവാക്കൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരില്ല. സ്വന്തം നാട്ടിൽ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കാൻ അവർക്ക് സാധിക്കും. 2026 തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടമായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇത് കേവലം ഭരണമാറ്റമല്ല, മറിച്ച് കേരളത്തിന്റെ വിധി മാറ്റാനുള്ള തിരഞ്ഞെടുപ്പാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.